അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂന്നാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം രണ്ടാം ഭാഗത്തിലെ 19-ാമത്തെ പാഠം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന പാഠത്തിലെ തദ്രീബാത്താണ് നമ്മൾ വായിക്കുന്നത്. ഒന്നാമത്തത് നഖ്റ വ നഫം വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. ജമ്മിലൂനി എന്നെ പുതപ്പിട്ട് മൂടൂ, അഷ്ജാറുൻ മരങ്ങൾ, ളുയൂഫുൻ അതിഥികൾ, ഇബാദത്തുൻ ആരാധന. ബാക്കിയുള്ള പദങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ നുജീബ് ഉത്തരം എഴുതാനാണ്. ഒന്ന്, നുബുവത്ത് ലഭിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്ര വയസ്സ് പൂർത്തിയായിരുന്നു? ആൻസർ 40 വയസ്സ്. രണ്ട്, ആദ്യമായി വഹി ലഭിച്ചത് എവിടെ വെച്ചാണ്? ആൻസർ ഹിറാ ഗുഹയിൽ വെച്ച്. മൂന്ന്, ആദ്യമായി വഹി ലഭിച്ച തീയതി എഴുതുക. ആൻസർ റമദാൻ 27 തിങ്കളാഴ്ച രാത്രി. നാല്, ഖുർആനിൽ ആദ്യ വഹിയിൽ എത്ര ആയത്തുകൾ ഉണ്ടായിരുന്നു? അവ ഏത് സൂറത്തിൽ? സൂറത്തുൽ അലഖിലെ ആദ്യ 5 ആയത്തുകൾ. അഞ്ചാമത്തെ, ഹിറാ ഗുഹയിൽ നിന്ന് വീട്ടിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ആശ്വസിപ്പിച്ചത് എങ്ങനെ? ആൻസർ ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുതപ്പിച്ചു, സാന്ത്വന വാക്കുകൾ പറഞ്ഞു. അങ്ങയെ അള്ളാഹു ഒരിക്കലും കൈവിടില്ല, അങ്ങ് പാവങ്ങളെ സഹായിക്കുന്നു, കുടുംബബന്ധം ചേർക്കുന്നു, ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നു. പിന്നെയും പാഠത്തിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രയാസങ്ങൾ ഏറ്റെടുക്കുന്നു, അതിഥികളെ സൽക്കരിക്കുന്നു, വിപത്തുകളുണ്ടാകുമ്പോൾ സഹായങ്ങളുമായി ഓടിയെത്തുന്നു. 95-ാമത്തെ പേജിൽ മുകൾ ഭാഗത്ത് തന്നെ കാണാം. അതൊക്കെ അവിടെ എഴുതി ചേർക്കുക. ഇനി ആറാമത്തത്, സംഭവം അറിഞ്ഞ വറഖത്ത് ബിൻ നൗഫൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താണ് പറഞ്ഞത്? ഭയപ്പെടേണ്ടതില്ല, മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ അടുത്ത് വന്ന മലക്കാണത്. ഈ മഹാസംഭവം നടന്നത് ഇതുപോലെയുള്ള ഒരു രാത്രിയിലാണ് എന്നാണ് വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞത്. ഇനി നുബയ്യിന സിയാഖ് സന്ദർഭം വിവരിക്കുക. ഒന്ന്, ഞാൻ വായിക്കാൻ ശീലിച്ചവനല്ല. ഏതാണ് ആ സന്ദർഭം? ഹിറാ ഗുഹയിൽ ആഗതനായി ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇഖ്റ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് ഞാൻ വായിക്കാൻ ശീലിച്ചവനല്ല എന്ന്. രണ്ട്, അങ്ങയെ അല്ലാഹു തആല ഒരിക്കലും കൈവിടില്ല. അതേതാ സന്ദർഭം? ജമ്മിലൂനി എന്നെ പുതപ്പിട്ട് മൂടൂ എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞതാണ് അങ്ങയെ അല്ലാഹു തആല ഒരിക്കലും കൈവിടില്ല എന്ന്. ഇനി തഖ്സീസ്. ഒന്ന്, റമദാൻ 27-ാം രാവിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം? അപ്പോൾ രണ്ടെണ്ണം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന്, പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണ തുടക്കം റമദാൻ 27-ാം രാവിലാണ്. രണ്ടാമത്തെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ സമുദായത്തിന് മുൻഗാമികളെക്കാൾ മുന്നേറാനുള്ള ഒരു മാർഗം സമ്മാനിച്ചിരിക്കുന്നു. അതാണ് ലൈലത്തുൽ ഖദ്ർ എന്ന അനുഗ്രഹീത രാവ്. ആ ഒരൊറ്റ രാവിൽ നിങ്ങൾ ഇബാദത്തുകളിൽ ഏർപ്പെടുന്നത് മറ്റുള്ളവരുടെ 1000 മാസമുള്ള, അതായത് മറ്റു സമുദായം എന്ന് പറഞ്ഞാൽ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പ് ജീവിച്ചു പോയ സമുദായത്തിൽ ശംഊൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. 1000 വർഷം യുദ്ധം, പകൽ സമയങ്ങളിൽ ഇസ്ലാമിന് വേണ്ടി പോരടിക്കുകയും രാത്രി സമയങ്ങളിൽ ധാരാളം ഇബാദത്തുകൾ ചെയ്യുന്ന ഒരു മനുഷ്യൻ ശംഊൻ എന്ന് പറയുന്ന. അപ്പോൾ ബഹുമാനപ്പെട്ടവരെ കുറിച്ച് റസൂലുള്ളാഹി സ്വഹാബത്തിനോട് പറഞ്ഞപ്പോൾ ആ പ്രതിഫലം എങ്ങനെയാണ്, അയാൾ നേടിയ പ്രതിഫലം എങ്ങനെ ഞങ്ങൾക്കും നേടാൻ കഴിയും എന്ന് പറഞ്ഞപ്പോഴാണ് നബി തങ്ങൾ ഈ വിഷയം പറയുന്നത്. ആ ഒറ്റ രാവിൽ നിങ്ങൾ ഇബാദത്തുകളിൽ ഏർപ്പെടുന്നത് മറ്റുള്ളവരുടെ 1000 മാസമുള്ള ആരാധനാ കർമ്മങ്ങളെ കവച്ചു വെക്കുന്നതാണ്. ആ ദിവസം റമദാൻ 27-ാം രാവാണെന്നാണ് പ്രബലമായ അഭിപ്രായം. അത് 27-ാം രാവിൻ്റെ ഒരു പവിത്രതയാണ്. ഇനി 22, റമദാൻ 27-ാം രാവിൽ നിങ്ങളുടെ നാട്ടിൽ എന്തെല്ലാം നടക്കാറുണ്ട്? 27-ാം രാവിലെ ചെറിയ രൂപത്തിൽ ഇവിടെ എഴുതിയിട്ടുള്ളൂ. നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ നടക്കുന്നതാണ്, വീടുകളിലും നമ്മളെ പരിസര പള്ളികളിലൊക്കെ. അത് വെച്ച് എഴുതിയാൽ മതി. നോമ്പ് തുറന്നതിന് ശേഷം പള്ളിയിൽ പോവുകയും തറാവീഹും വിത്തറും തസ്ബീഹ് നിസ്കാരവും നിർവഹിക്കും. അതിനുശേഷം ദിക്റിലും സ്വലാത്തിലും ദുആയിലും ഇഅ്തികാഫിലുമായി പള്ളിയിൽ കഴിഞ്ഞുകൂടും. ഇനിയും ബാക്കിയുള്ള കാര്യങ്ങൾ അന്നത്തെ ദിവസം പൂർണ്ണമായിട്ടും ആരാധനയിലായിരിക്കും ആളുകളൊക്കെ ഉണ്ടാവുക. വീട്ടിൽ ഉമ്മമാരും നമ്മുടെ പെങ്ങന്മാരൊക്കെ വീട്ടിലിരുന്ന് ചെയ്യലുണ്ടാകും. മുതിർന്നവരൊക്കെ പള്ളിയിലേക്ക് പോകും. അതല്ലെങ്കിൽ നാടിൻ്റെ മറ്റു ഭാഗങ്ങളിൽ വലിയ വലിയ സദസ്സുകളുണ്ടാകും, അവിടെ പോയിട്ട് പങ്കെടുക്കുന്നവരുണ്ടാകും. ഈ രൂപത്തിലൊക്കെയാണ് നമ്മൾ റമദാനിലെ 27-ാം രാവിലെ
കഴിച്ചു കൂട്ടാറുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങളവിടെ അനുയോജ്യമായ രീതിയിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവിടെ എഴുതി ചേർക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.